വയനാടൻ ചുരത്തിൻ്റെ കവാടമായ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്ന ചങ്ങലമരത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കരിന്തണ്ടൻ എന്ന കുറിച്ച യുവാവിനെ ചങ്ങലക്കിട്ട് ആവാഹിച്ച മരമാണ് ഇത് എന്നാണ് ഐതിഹ്യം. വയനാടൻ ചുരത്തിൻ്റെ അടിവാരത്തെത്തിയ ബ്രിട്ടീഷുകാർ മുകളിലേക്ക് പോകാനുള്ള വഴിയറിയാതെ വിഷണ്ണനായി നിന്നു. പല ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും വയനാടൻ ചുരം കയറി മേലേക്ക് പോകുന്നതിനെ പറ്റി പല പല വഴികളും ആലോചിച്ചു. പക്ഷെ ഒന്നും പ്രാവർത്തികമായില്ല. എല്ലാ വഴികളും വയനാട്ടിലേക്ക് എത്താൻ മാത്രം പര്യാപ്തമായ വഴികളായിരുന്നില്ല. വളരെ ദുർഘടം പിടിച്ച പാറക്കെട്ടുകളും ഫോറസ്റ്റും കാടുകളും കൊണ്ട് നിറഞ്ഞ് മേലോട്ട് കയറാൻ പറ്റാതെ ബ്രിട്ടീഷുകാർ നിൽക്കുമ്പോഴാണ് കുറിച്യഗോത്ര തലവനായ കരിന്തണ്ടൻ്റെ സഹായം തേടുന്നത്. അക്കാലത്ത് വയനാട്ടിലെ ജനങ്ങൾ കൊടുവള്ളിയിലേക്കും കോഴിക്കോടേക്കും കന്നുകാലികളെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും മറ്റും ആശ്രയിച്ചിരുന്ന കാട്ടുവഴികളായിരുന്നു ചുരം റോഡ്. ഈ റോഡിനെ പറ്റി നല്ല വിവരമുണ്ടായിരുന്ന കരിന്തണ്ടൻ ബ്രിട്ടീഷുകാരുടെ സഹായിയായി പ്രവർത്തിച്ച് വയനാടൻ മലമുകളിലേക്ക് കയറുന്നതിനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഈ കരിന്തണ്ടൻ കാണിച്ച വഴിയിലൂടെ ബ്രിട്ടീഷുകാർ കാളവണ്ടികളും വാഹനങ്ങളും പോകുന്ന വിധത്തിലുള്ള ഒരു റോഡ് നിർമ്മിച്ചു. അതിനുശേഷം ചുരത്തിന് മുകളിലെത്തിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു എന്നാണ് കഥ. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഹഡൻ എന്ന സായിപ്പാണ് കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു എന്ന് പറയപ്പെടുന്നത്. ഈ ചുരം കണ്ടുപിടിച്ചത് പുറംലോകം അറിയാതിരിക്കാനാണ് ഹഡൻ സായിപ്പ് കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നത്. 1800 കാലഘട്ടങ്ങളിൽ മൈസൂറിൻ്റെ ഭരണം പിടിച്ച ബ്രിട്ടീഷുകാർ 1805 പഴശ്ശിരാജയുടെ മരണത്തോടെ വയനാട് പൂർണ്ണമായും അവരുടെ അധീനതയിലാക്കി. ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ വയനാട് മലബാറിലെ ഒരു താലൂക്കായിട്ടാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത്. മദ്രാസ് സംസ്ഥാനത്തിൽപ്പെട്ട ഒരു ജില്ലയായിരുന്നു വയനാട്. ബ്രിട്ടീഷുകാരുടെ വരവോടെ വയനാട്ടിൽ അവർ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നിർമ്മിച്ചു. ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചുരമിറക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രധാനമായും ചുരം റോഡ് ബ്രിട്ടീഷുകാർ നിർമ്മിക്കുന്നത്. കരിന്തണ്ടൻ്റെ മരണത്തോടെ ഈ ചുരം റോഡിലൂടെയുള്ള യാത്രക്കാരെയും വാഹനങ്ങളെയും കരിന്തണ്ടൻ്റെ ആത്മാവ് ഉപദ്രവിക്കാനും പേടിപ്പിക്കാനും തുടങ്ങി. വാഹനാപകടങ്ങൾ പതിവായി. ഇത് പരിഹരിക്കുന്നതിനായി കൊടുങ്ങല്ലൂരിലുള്ള ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ഒരു വലിയ ചങ്ങലയിൽ ഈ മരത്തിൽ ബന്ധിച്ചു എന്നുമാണ് കഥ. 1890-കളോടടുത്താണ് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ മരത്തിൽ ആവാഹിച്ചത് എന്നാണ് ഐതിഹ്യം. ഈ ചങ്ങല മരം വളരുന്നതിനനുസരിച്ച് വളരുന്നു എന്നതാണ് ഇവിടുത്തെ അത്ഭുതമായി പറയപ്പെടുന്നത്. ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഈ ചങ്ങലമരം ഒരു അത്ഭുത കാഴ്ചയാണ്. ഒരു വിഭാഗം ജനങ്ങൾ വയനാടിൻ്റെ ചരിത്രത്തിലെ വീരനായകനായിട്ടാണ് കരിന്തണ്ടനെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ കരിന്തണ്ടൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മരത്തിന് ചുറ്റും
കമ്പി കൊണ്ടുള്ള അഴിയും ഒരു നേർച്ചപ്പെട്ടി ഇവിടെ കാണാം. കാലാന്തരത്തിൽ ഇതൊരു അമ്പലമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ കരിന്തണ്ടൻ്റെ പേരിലുള്ള പൂജകളും വർഷത്തിൽ ഉത്സവങ്ങളും നടക്കാറുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിസ്മൃതിയിലാവാത്ത കരിന്തണ്ടനെ ആവാഹിച്ച ചങ്ങലമരം കാണാൻ ധാരാളം സഞ്ചാരികൾ ദിവസേന ഇവിടെ എത്താറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചുരം റോഡാണ് ഇന്നും വയനാട്ടുകാർക്ക് ഗതാഗതത്തിന് ആശ്രയം. നഞ്ചങ്കോട് നിന്ന് വയനാട് നിലമ്പൂർ വഴി ഒരു റെയിൽപാതയും ബ്രിട്ടീഷുകാരുടെ പരിഗണനയിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ അവർ പൂർത്തിയാക്കിയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ മുടങ്ങിപ്പോയ ആ റെയിൽ പദ്ധതിക്ക് ഇന്നും തുടക്കമാകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തുരങ്കപാത വയനാട്ടിലേക്ക് വരുന്നുണ്ട് എന്നതാണ് ഇപ്പോഴുള്ള വയനാട്ടുകാരുടെ ഏക ആശ്വാസം.